ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ 100ഓളം പേർ അപകടത്തിൽപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റോഡുകൾ ഒലിച്ചു പോയതോടെ ധരാലി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഡെറാഡൂണിൽ നിന്നും സഹായം എത്തിക്കുന്നത് അസാധ്യമായിരിക്കുന്നു. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് വരികയാണ്. ഉത്തരകാശിയിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടി, ആ പ്രകൃതി മുഴുവനായി ഒലിച്ചു പോകുന്ന വിള്ളൽ പലയിടങ്ങളിലും മലമടക്കുകളിൽ രൂപപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ, പല റോഡുകളും ആ പാതയൊക്കെ തന്നെ രണ്ടായി പിളർന്നു മാറിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാരും മറ്റ് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ തന്നെ ഈ കാലാവസ്ഥ ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൂടുതൽ സൈനിക വിഭാഗത്തെയൊക്കെ തന്നെ അങ്ങോട്ട് തിരച്ചിലായിട്ടൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്ന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വി ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. ബാലു, അവിടുത്തെ ഒരു ഭൂപ്രകൃതി, അവിടുത്തെ ഘടന, ഈ ഒരു ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 100ഓളം ആളുകളെ ഇനിയും കാണാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ ആഴം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിസൂക്ഷ്മ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അതെങ്ങനെ കാര്യക്ഷമമാണോ? ഇപ്പോൾ എത്ര പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്? രക്ഷാമാർഗം, രക്ഷാകരം അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതൊക്കെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരമുള്ള അറിയിപ്പുകൾ എങ്ങനെയാണ് ബാലു? പ്രജീഷ, ഈ സൈന്യം, കരസേന നൽകുന്ന രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കരസേനയാണ്. കരസേന നൽകുന്ന വിവരമനുസരിച്ച് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ഈ ചെളിയിൽ ആഴ്ന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനകൾക്കായി അത് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിൽ നിന്ന് ഡ്രോണുകൾ, അതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച നായ്ക്കൾ എന്നിവരെ ഈ തെരച്ചിലിനായി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കിട്ടുന്ന, അതായത് ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ കിടക്കുന്നുണ്ടോ എന്ന വിവരം ലഭിക്കുകയാണെങ്കിൽ ധാമി ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തെത്തി. ഹർസിലാണെന്ന് തോന്നുന്നു, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹർഷിൽ മേഖല ആയിരിക്കണം. അവിടെ സൈനികരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നു, ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണിക്കുന്നത്. ബാലു, തുടരാം. തുടർന്ന് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ അടിയന്തരമായി തന്നെ ആ മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കരസേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് 70ഓളം പേരെ ഈ കരസേന ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ ഈ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതായും കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ അതീവ മോശമായി തുടരുന്ന സാഹചര്യത്തിൽ ചോപ്പറുകൾ ഉപയോഗിച്ച്, അതായത് ഹെലികോപ്റ്ററുകളിൽ അവിടങ്ങളിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 4 ചോപ്പറുകൾ ചണ്ഡീഗഡ് എയർബേസിൽ ഈ സ്റ്റാൻഡ് ബൈ ആയി നിർത്തിയിട്ടുണ്ട്. ഈ കാലാവസ്ഥ മെച്ചമായാൽ ഉടൻ തന്നെ കൂടുതൽ ഈ സാധന സാമഗ്രികളും അതുപോലെ തന്നെ ആളുകളെയുമൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് വ്യോമസേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡ് മാർഗം കൂടുതൽ പേരെ അവിടെ എത്തിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ NDRFിൻ്റെയും SDRFിൻ്റെയും ഒക്കെ ഈ അംഗങ്ങൾ ഈ ഹാർഷിലിൽ നിന്ന് ഈ നടന്ന് അല്ലെങ്കിൽ കാൽനടയായി ഈ ധാരാലിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 40 കിലോമീറ്ററോളം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ആൾക്കാരെ നടന്നൊക്കെ എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തിലും ഹാർഷിലെ സൈനികർ അവർ ഏറ്റവും മാതൃകാപരമായ സമീപനം, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെയെങ്കിലും എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ? അത് ഏതൊക്കെ മേഖലയാണെന്നുള്ള അറിവുണ്ടോ ബാലുവിന്? ഇന്ന് ഏറ്റവും അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പുറത്തു വന്നിരുന്നത് ഉത്തരാഖണ്ഡിലെ പൗഡി മേഖലയിൽ നിന്നാണ്. പൗഡി മേഖലയിൽ ഇന്ന് രാവിലെ ഉരുൾപൊട്ടലുണ്ടായി. അത് മേഘവിസ്ഫോടനം കാരണമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിൽ അവിടെ ഈ ഉരുൾപൊട്ടി മുകളിൽ നിന്ന് പർവ്വതങ്ങളുടെ, മലകളുടെ മുകളിൽ നിന്ന് മണ്ണും ചെളിയുമൊക്കെ ഒലിച്ചു വരുന്ന ദൃശ്യങ്ങളുമൊക്കെ ഇപ്പോൾ പലയിടത്തു നിന്നായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 10ഓളം നേപ്പാളി തൊഴിലാളികൾ, ആ മേഖലയിലുണ്ടായിരുന്ന 10ഓളം നേപ്പാളി തൊഴിലാളികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളുമൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൗഡിയിൽ ഈ ആർക്കെങ്കിലും ഈ ജീവൻ നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പൗഡിയിലും സമാനമായ രീതിയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും, അതായത് ഇന്നലെ
ഹാർഷിൽ മേഖലയിൽ ഉണ്ടായതുപോലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു പുറമെ ഈ കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷികേശ്, അതുപോലെ ചമോലി, ദേവപ്രയാഗ് തുടങ്ങിയ പ്രദേശങ്ങളിലും ഇങ്ങനെ വ്യാപകമായ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹരിദ്വാർ ഋഷികേശ് വഴി ഈ ദേവപ്രയാഗിലും തുടർന്ന് കർണപ്രയാഗിലും അതുവഴി ഹാർഷിലുമൊക്കെ എത്തുന്ന പാത പൂർണ്ണമായും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ റോഡുകളുമൊക്കെ ഈ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷനും ഇപ്പോൾ ഈ പാതകളൊക്കെ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. താൽക്കാലിക പാലങ്ങൾ, ബെയിലി പാലങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഹാർഷിലേക്ക് പരമാവധി ഈ രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ BROയുടെ ഭാഗത്ത് നിന്നൊക്കെ നടക്കുന്നത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നാണ് കരസേനാ വൃത്തങ്ങൾ ഡൽഹിയിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. ശരി, വിമാനഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി ഈ പ്രദേശങ്ങളിലൂടെ വ്യോമമാർഗം ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രദേശം പലതും ഒറ്റപ്പെട്ടിരിക്കുന്നു. വിണ്ട് കീറി ഈ റോഡും പ്രധാനപ്പെട്ട പാതകളും തമ്മിലുള്ള ബന്ധം, കണക്ടിവിറ്റി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്ര ഘടന നമുക്കറിയാം. പലപ്പോഴായി ഉലഞ്ഞു പോയിട്ടുള്ള കുത്തൊഴുക്കുകൾ, പ്രളയങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, തുടർന്നുണ്ടാകുന്ന മിന്നൽ പ്രളയങ്ങളൊക്കെ തന്നെ ആ നാടിനെ, ആ ദേവഭൂമിയെ മുഴുവൻ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഛിന്ന ഭിന്നമാക്കിയിട്ടുണ്ട്. ഇതും താങ്ങാവുന്നതിനും അപ്പുറത്തേക്കാണ് ഇന്നലത്തെ ദുരന്തവും വന്ന് ഭവിച്ചിരിക്കുന്നത്. നമുക്കിനി എത്ര ദിവസം ഈ മേഖലയിൽ, ഉത്തരേന്ത്യയിൽ മുഴുവൻ മിക്ക സംസ്ഥാനങ്ങളിലും കനത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രലേഖകൻ ശ്രീ രാജഗോപാൽ കമ്മത്ത് തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, എത്ര ദിവസം കൂടി ഉത്തരേന്ത്യയിൽ, പ്രധാനമായും ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ ഈ ദുരന്തം വിതച്ച ഭൂമിയിൽ ഉൾപ്പെടെ മഴയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്? അടുത്ത ദിവസങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നും അടുത്ത ദിവസങ്ങളിലും തീർച്ചയായിട്ടും മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിവിടെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഈ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത് വയനാട് ചൂരൽമലയിൽ സംഭവിച്ചതിൻ്റെ ഒരു മിറർ മാത്രമാണ്. നമ്മളിപ്പോൾ കാലാവസ്ഥയെയും ക്ലൗഡ് ബേഴ്സിനെയും ഒക്കെയാണ് പഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശദമായ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഗംഗോത്രിക്ക് അപ്പുറം, മൗണ്ട് ശ്രീകാന്തിൻ്റെയൊക്കെ അപ്പുറമുള്ള വലിയ മഞ്ഞുമലയിൽ നിന്നും മഞ്ഞുരുകി ഭഗീരഥി നദിയിൽ ചേരുന്ന ഒരു ചാലാണത്. അതാണ് ഇപ്പോൾ പൊട്ടി ഒഴുകി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും അല്പം അകലെയായിട്ട് രണ്ട് പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള കൃഷി, മണ്ണെടുപ്പ്, പാറെടുപ്പ്, അതുമാത്രമല്ല അവിടെ ഒരു കുളം പോലെ ഉള്ള സംഗതികൾ കുഴിച്ച് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇത് ട്രിഗർ ഉണ്ടായത്. വയനാട് ചൂരൽമലയിൽ ഉണ്ടായ ട്രിഗർ നമുക്കറിയാം. അതേപോലെയുള്ള ട്രിഗർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇത്തരം രാജഗോപാൽ കമ്മത്ത് 2013 വലിയ പ്രളയത്തിന് ശേഷം ഈ ലോല പ്രദേശങ്ങൾ, നിർമ്മാണങ്ങൾ നടക്കാൻ പാടില്ല എന്ന് മാർക്ക് ചെയ്ത നിരവധി പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ നിരവധി ഹോം സ്റ്റേകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അപ്പോൾ ആ നിർമ്മാണങ്ങളൊക്കെ നോക്കുമ്പോൾ അശാസ്ത്രീയത നിറഞ്ഞതാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ്. അവിടേക്കാണ് ഈ കൂടുതലും തീർത്ഥാടകരും ഒക്കെ പോകുന്ന മലയാളികൾ നിരവധി പേർ അവിടേക്ക് പോകാറുണ്ട്. ഇന്നിപ്പോൾ പോയ ആളുകളൊക്കെ തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന വിവരം വളരെ ആശ്വാസകരമാണ്. അപ്പോൾ ഈ നിർമ്മാണങ്ങൾ തന്നെയാണോ ആ പ്രദേശത്തെ, കാരണം 2013 ശേഷം ചെറുതായിട്ടുള്ള ചെറിയ ഈ പറയുന്ന കുത്തൊഴുക്കുകൾ, പ്രളയം, മിന്നൽ പ്രളയം, പ്രത്യേകിച്ച് മേഘവിസ്ഫോടനം, ഇതൊക്കെ പിന്നീട് പല കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഘടനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? ദുരന്തത്തിന്റെ ഉത്തരവാദികളെന്ന് ഞാൻ പറയുന്നത് മനുഷ്യർ തന്നെയാണ്. കാരണം ഈ മലയുടെ മുകളിൽ നിന്നും, ഹിമമലയുടെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഒരു ചാലാണിത്. അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏകദേശം 15 ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ തിട്ടയായിട്ട് കൃഷി നടത്തണം. അവിടെ ആപ്പിൾ കൃഷിയുണ്ട്. അത് മാത്രമല്ല, അതിന്റെ മറവിൽ വ്യാപകമായ മണ്ണെടുപ്പും പാറ പൊട്ടിക്കലും നടന്നിട്ടുണ്ട്. പിന്നെ ഈ കൃഷിയുടെ ആവശ്യത്തിനായിരിക്കാം വലിയ കുളങ്ങൾ പോലെയുള്ളത് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് 6 മാസം മുമ്പുള്ള ചിത്രം നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 6 മാസം മുമ്പുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ട്രിഗർ ആയിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം അതേ ഭാഗത്തു നിന്നാണ് ഇതിന്റെ ട്രിഗർ ഉണ്ടായിട്ടുള്ളത്. സാധാരണ അതിലെ ജലം ഒലിച്ചു വന്ന് ഭഗീരഥയിൽ ചേരുകയാണ് പതിവ്.
പിന്നെ ചിലപ്പോൾ ഫ്ലഡ്സ് ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോലെ ഹോം സ്റ്റേയും ഒക്കെ മലഞ്ചെരുവുകളിലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ മലഞ്ചെരുവുകളിലും നിർമ്മാണവും ഹോം സ്റ്റേയും ഉണ്ട്. അത് യാതൊരു ശാസ്ത്രീയ മാനദണ്ഡവും പാലിക്കാതെ തിട്ട കെട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുണ്ടക്കൈയിലെ റിസോർട്ടുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ തിട്ട കെട്ടി അവിടെ കുളങ്ങളൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കൃഷി എന്ന് പറയുമ്പോൾ മനുഷ്യർ, എനിക്ക് തോന്നുന്നു ഇവിടെ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള മണ്ണെടുപ്പാണ് നടന്നിട്ടുള്ളത്. അതിപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, പക്ഷെ മെഷീൻ എടുക്കും. കാരണം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഏകദേശം 100 മീറ്റർ നീളം വരുന്ന രീതിയിൽ മണ്ണെടുത്ത് തിട്ട പോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അങ്ങനെയാണ് ഈ ഇടിഞ്ഞു വന്നിട്ടുള്ളത്. കാരണം അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയെ ദുർബലമാക്കി. ഇനിയും പ്രശ്നമുണ്ട്. കാരണം ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ എന്താണ് പറയുന്നത്? അതിശക്തമായ മഴ പെയ്തു, കാലാവസ്ഥാ വ്യതിയാനം, അതിഭയങ്കരമായ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയും. ഇപ്പൊ എന്ത് ഉരുൾപൊട്ടൽ ഉണ്ടായോ ആദ്യം പറയും ക്ലൗഡ് ബേസ്റ്റ് ആണെന്ന് പറയും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒഫീഷ്യൽ ഡേറ്റ പ്രകാരമാണെങ്കിൽ 5 പേർ ഔദ്യോഗിക മരണം സംഖ്യ സ്ഥിരീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാരണം 25 ഹോട്ടലുകൾ ഈ പ്രദേശത്ത് നിന്നും ഒലിച്ചു പോവുകയാണ്. നിരവധി വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന ആളുകളൊക്കെ തന്നെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോകുന്നതിൻ്റെ തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വ്യാപ്തി ഉയരാനാണോ സാധ്യത, ശ്രീ രാജഗോപാൽ കമ്മത്ത്? 150-200 ആളുകൾ ഇതിനടുത്ത് അടിയിൽ പോയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. കാരണം അവിടെ ഇപ്പോൾ മൺസൂണൊക്കെ തന്നെ ആണെങ്കിലും ഏതായാലും തീർച്ചയായിട്ടും അവിടെ ആളുകളുണ്ട്. അവിടുത്തെ ആളുകളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. നമ്മുടെ ഇവിടുന്ന് തന്നെ ആളുകൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ സുഖമായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് പോകുന്നത് ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഈ മൺസൂണിന്റെ സമയത്ത്. കാരണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അവിടേക്കുള്ള യാത്ര ഈ സമയത്ത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ യാത്ര പോകാൻ പറ്റിയ സാഹചര്യമുണ്ടോ എന്ന് ഒന്നുകൂടി അന്വേഷിച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. കാരണം പ്രകൃതി അത്രമേൽ പ്രക്ഷുബ്ധമായൊരു സാഹചര്യമാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ കാണാൻ കഴിയുന്നത്. രാജഗോപാൽ കമ്മത്തിലേക്ക് വരാം. ആ അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എത്ര ദിവസം കൂടി അവിടെ മഴയുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതിന് മുമ്പ് ഇന്ന് അവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. ധരാലിയിലേക്ക് പോകാൻ ഒരു മാർഗവുമില്ലെന്ന് ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ മലയാളി ഉദ്യോഗസ്ഥൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ബെഡ്വാഡിയിൽ നിന്നും മുന്നോട്ട് 6 റോഡ് തകർന്നിട്ടുണ്ട്. ഒലിച്ചുപോയ പാലത്തിന് പകരം ബെയിലിപ്പാലം പണിയാനുള്ള നടപടികൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ആ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിലേക്ക് തറയിലേക്കുള്ള പാതയാണ് ഈ കാണുന്നത്. ഇപ്പോഴും NDRFിന്റെ അധിക സംഘത്തെ അങ്ങോട്ടേക്ക് വിന്യസിക്കാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ അറ്റകുറ്റപ്പണികൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ഒരു മലയാളി ഉദ്യോഗസ്ഥൻ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള ഒരു മലയാളി ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ബിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. സാറേ, എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? രാത്രി ഇടിഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രാത്രി തൊട്ട് ഈ പാറ പൊട്ടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സംഭവത്തിന് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവിടെ എത്തണമെങ്കിൽ നാളെ ഉച്ചയോടെ അവിടെ ക്ലിയർ ആവും. മുൻവശത്ത് ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം കണക്ക് പറയാം? ഇവിടുന്ന് 40 കിലോമീറ്ററോളം ഉണ്ട്. ഇത് ഈ ഭാഗത്ത് പ്രശ്നമുണ്ട്. ഇതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏത് രീതി ഉണ്ട്? മുന്നോട്ടുള്ളിടത്തെല്ലാം ഇതുപോലെ മെഷീൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആൾക്കാരത് ക്ലിയർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ വരുന്നത്? എങ്ങനെ ശരിയാക്കാം, എങ്ങനെ നന്നാക്കാം എന്നുള്ളത്? അല്ല, അതിപ്പോൾ റെഡിയാകും. നാളെ എന്തായാലും റെഡിയാകും. അവിടെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കൂട്ടത്തിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കും. സാർ, ഈ വയനാട്ടിലേക്ക് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? സെയിം വയനാടിന്റെ അതേപോലെ തന്നെ മലപ്രദേശമല്ല ഇതും. അതുപോലെ തന്നെ ഉണ്ടായതാ ഉരുൾപൊട്ടൽ. അവിടെ അതുപോലെ തന്നെ ഉണ്ടായതാ. ആളുകളെ ഗംഗോത്രി മേഖലയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള മേഖലയൊക്കെ സുരക്ഷിതമാണോ? ഇപ്പൊ വീണ്ടും ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം? ഗംഗോത്രി സുരക്ഷിതമാണ്. ഗംഗോത്രി അതൊരു ഗാവും മാത്രമായിട്ട് ഇങ്ങനെ ഒഴുകി വന്നതാണ്. അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് അങ്ങനെ വെള്ളം ഒഴുകി വന്ന അവിടെ ഒഴിപ്പിക്കാനായിട്ട് മറ്റ് വഴികളില്ല അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. വേറൊരു വഴികളും ഇല്ല. ഈ ഒരു വഴി ശരിയായി എടുത്താലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പാത അത് NH 34ന്റെ ഭാഗമായിട്ടുള്ള പാതയാണ്. അത് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ പാതയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ഒരുപാട് NDRFന്റെയും SDRFന്റെയും
സൈനികരുടെയും ഒരു സംഘം വിന്യസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ റോഡ് അത് പണി പൂർത്തിയായാൽ മാത്രം, അതായത് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മുന്നോട്ടൊരു പാലം കൂടി തകർന്നിട്ടുണ്ട്. അവിടെ ഒരു ബെയിലി പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിലവിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഇതിനോടകം തന്നെ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി ധാരാലി ഗ്രാമത്തിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ സാധിക്കും. അവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അതെന്തായാലും ഇപ്പോൾ ഒരുക്കി നൽകുകയാണ് ഇവിടെയുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ. പക്ഷേ വൈകുന്തോറും ആശങ്ക വർദ്ധിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. ഉത്തരകാശിയിൽ നിന്നും വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്. ഉത്തരകാശിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ റോഡിൻ്റെയൊക്കെ നിലവിലെ അവസ്ഥയൊന്ന് നോക്കൂ നമ്മൾ. എത്രത്തോളം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു, ആ പ്രളയത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് മഴ നന്നായിട്ട് പെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, മിന്നൽ പ്രളയമാണ് ഈ പ്രദേശത്തെ ഒന്നാകെ പല പ്രദേശങ്ങളെയും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനോഹരമായ മലമടക്കുകളൊക്കെ ആയിരുന്നു. പല പല തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ നിന്നിരുന്ന സ്ഥലങ്ങൾ കൂടിയായിരുന്നു. അതാണിപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്തം അത് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലർട്ടുകൾ പല രീതിയിൽ വരുമ്പോഴും ഈ പ്രദേശത്തൊക്കെ തന്നെ നമ്മൾ തീർത്ഥാടനത്തിനായും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകൾ, മലയാളികളൊക്കെ പോകുന്ന ദൈനംദിനമായി തന്നെ പോകുന്ന, പ്രത്യേകിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ ഈ ടൂറിസം അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ള ഒരു സമയമാണ്. അവിടെയൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് യാത്രയ്ക്കാക്കി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ മേഖലകളിലൊക്കെയുള്ള അവസ്ഥ, അവിടുത്തെ ഹോട്ടലുകളൊക്കെയാണ് ആശ്രയിച്ചാണ് പലരും പോകുന്നത്. അപ്പോൾ അതൊരു ജാഗ്രതയായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ് ശ്രീ രാജഗോപാൽ കമ്മത്ത്? ഈ നദീതീരത്തെ ഹോട്ടലുകളിൽ താമസിക്കാൻ നല്ല രസമാണ്. കാരണം നദി ഒഴുകി പോകുന്നത് കാണാം, അതുപോലെ മലഞ്ചെരുവുകൾ കാണാം, മഞ്ഞുമൂടി കിടക്കുന്ന മലഞ്ചെരുവുകളൊക്കെ കാണാം. പക്ഷേ അതൊക്കെ അപകടകരമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം ഇറങ്ങി വരുന്നതും ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശമാകെ എടുത്തുകൊണ്ട് പോകുന്നതും ആ വഴി നദിയുടെ അരികിലുള്ള വീടുകളാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നമ്മളിവിടെ ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കൂടി മനസ്സിലാക്കുക. അതായത് സേഫായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത്, അല്പം പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, അല്പം സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു ഓഗസ്റ്റ് 16 തീയതി വരെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ ഈ ഒരു ചെരുവിലാണ് ഈ ഗ്രാമമുള്ളത്. ധാരാളി വില്ലേജ് ഉള്ളത്, സുക്കി ധാരാളി എന്നൊക്കെ പറയുന്ന വില്ലേജസ് ഉള്ളത് ചെരുവിലാണ്. അവിടെ ഭഗീരഥി നദി ഒഴുകി പോകുന്ന ഒഴുകുന്നതിൻ്റെ ആ ഇരുവശത്തുമാണ് ഹോം സ്റ്റേകളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ മലഞ്ചെരുവുകളിൽ ധാരാളം തോട്ടങ്ങളും മണ്ണെടുപ്പും മറ്റു കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ബീറ്റിംഗ് ദ റോങ് ഡ്രം, അതായത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്ലൗഡ് ബോസ്റ്റ്. ആദ്യമേ ക്ലൗഡ് ബോസ്റ്റ് ഉണ്ടായി, മിന്നൽ പ്രളയം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇന്നലെ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയത്. അപ്പോഴാണ് അറിയുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്നുള്ളത്. ഉരുൾപൊട്ടൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം. അതിന് തീർച്ചയായിട്ടും വലിയ മഴ പെയ്ത് സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയ മഴ ഈ രീതിയിൽ സാച്ചുറേറ്റ് ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രിഗർ വേണം. ആ ട്രിഗറാണ് ഞാൻ പറഞ്ഞത്. ആ മലഞ്ചെരുവിനെ ദുർബലമാക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ക്ലൗഡ് ബോസ്റ്റ് ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതല്ല, അത് ശരിക്കും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെല്ലാം, മലഞ്ചെരുവിലുണ്ടാകുന്ന ദുരന്തങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. വയനാട് ഉൾപ്പെടെയുള്ളവ മനുഷ്യനിർമ്മിതമാണ്. ഉത്തരാഖണ്ഡും വ്യത്യസ്തമായ ഒരു സ്ഥലമല്ല, മലഞ്ചെരുവാണ്. ഇതിനേക്കാൾ ദുർബലമായ, പശ്ചിമഘട്ടത്തെക്കാൾ ദുർബലമായിട്ടുള്ള മേഖലയാണ് ഹിമാലയം. പശ്ചിമഘട്ടത്തിനേക്കാൾ പ്രായം കുറവാണ്. അവിടെ ഈ ഒരു മാസത്തിനുള്ളിൽ 2 ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ മേഖലയെ ആകെ ദുർബലമാകും. ഈ ഒരു മാസം മുമ്പ് 4.5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പ് ഇതേപോലെ 4.5 മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ജിയോളജിക്കൽ ഘടനയാണ്. കാരണം ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിന് അടിയിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലമാണ്. അങ്ങനെ തന്നെയാണ് ഈ ഹിമാലയം ഉണ്ടായത് തന്നെ. കാരണം ഇന്ത്യൻ പ്ലേറ്റ്
യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് ചെന്ന് ഇടിച്ചിട്ടാണ് ഹിമാലയം പർവ്വത നിരകൾ തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഹിന്ദുക്കുഷ് മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും 9 മാഗ്നിറ്റ്യൂഡിൽ കൂടുതലുള്ള വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പറയുന്നു. അപ്പൊ അത് എപ്പോൾ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ വലിയ നിർമ്മാണം, ഇതിവിടെ ഡാമുണ്ട്, ഭഗീരഥി നദിയുടെ ഡാമുണ്ട് തൊട്ടടുത്ത്. ഡാം ഇൻഡ്യൂസ്ഡ് ആയിട്ട് അവിടെ ചെറു ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജിയോളജിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഭാഗ്യമുണ്ട്, വളരെ വലിയ കെട്ടിടങ്ങൾ അവിടെ കണ്ടില്ല. 2, 3, 4 നില മാത്രമുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത്. അവിടെ വളരെ വലിയ കെട്ടിടങ്ങളൊന്നും കണ്ടില്ല. ഒരു ഭാഗ്യം. കാരണം അത്രയും വലിയ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത്രയും ആളുകൾ കൂടെ ഇതിൻ്റെ കൂടെ പോകും. ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ നദിയുടെ അരികിൽ, നദി ഒഴുകിപ്പോകുന്ന വഴിയാണ്, നദി ഒഴുകിപ്പോകുന്ന വഴിയിലാണ് കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്നത് ഒരിക്കലും നദി നിറഞ്ഞൊഴുകി വരത്തില്ലെന്നാണോ? ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ധാരാളം വെള്ളം ഈ നദികളിലൂടെ ഇനി ഒഴുകി വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ തീർച്ചയായും അങ്ങ് രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ തന്നെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിൻ്റെ കണക്കെടുപ്പും അതിൻ്റെ കാരണങ്ങളും തിരഞ്ഞുള്ള അന്വേഷണങ്ങളിലേക്ക് പോകും. അപ്പോഴും ആ അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പൂർത്തിയായ ശേഷം ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഇതേ ഭൂമിയിൽ ദുർബലമായിട്ടുള്ള മണ്ണിൻ്റെ ഘടനയുള്ള ആ ഭൂമിയിൽ വൻ കെട്ടിടങ്ങളൊക്കെ ഉയരും. അപ്പോൾ ഇവിടേക്ക് പോകുന്ന ആളുകൾ യാത്രകളൊന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ സേഫ് സോണുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നിർദ്ദേശങ്ങൾ, അലർട്ടുകൾ ഇതൊക്കെ അനുസരിച്ച് മാത്രമേ യാത്ര നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം മേഖലകളിലേക്ക് പോകാവൂ എന്നുകൂടിയാണ് ഈ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത്.